Hello everyone, welcome to my YouTube channel. So last class we have discussed about the Stone Age. അത് നമ്മൾ തമിഴ്നാട് NCERT റെഫറൻസ് ആയിട്ടാണ് എടുത്തത്. ഇന്ന് നമ്മൾ R.S. ശർമ്മയുടെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ കുറച്ച് പോയിൻറ്റ്സ് ആഡ് ഓൺ ആയിട്ടാണ് വരുന്നത്. ബിക്കോസ് ഇത് കോംപ്ലിമെൻറ്റ് ചെയ്ത് പോവുകയാണ്. കാരണം മറ്റേതൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്തു പറയുന്നത്. ബാക്കിയെല്ലാം കഥകളൊക്കെ സിമിലർ ആണ് രണ്ടിലും. ഇനി നമ്മൾ മെയിൻ NCERTയുടെ ഒരു ആഡ് ഓൺ കൂടി വരും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈറ്റുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തായിരുന്നു തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാഗോർ എന്ന് പറയുന്ന സൈറ്റ് വിച്ച് ഇസ് ഇൻ രാജസ്ഥാൻ. യെസ്റ്റർഡേ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ബാഗോർ 1, 2 and 3. ആ ബാഗോർ 1, 2 and 3 എന്ന് പറയുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. ബാഗോർ GH വരുന്നുണ്ടല്ലേ, 1, 2 and 3. ഇത് മൂന്നും എവിടെയാണ്? ഇത് മൂന്നും മധ്യപ്രദേശിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇത് രണ്ടും പാലിയോലിത്തിക് സൈറ്റ്, അതായത് പാലിയോലിത്തിക് സൈറ്റാണ്. ഇത് ഒരെണ്ണം മാത്രമാണ് എന്ത് മീസോലിത്തിക് സൈറ്റായിട്ട് വരുന്നത്. ഇനി ഈ ബാഗോർ രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇതൊരു മീസോലിത്തിക് സൈറ്റാണെന്നുള്ളത് ആലോചിച്ച് വെക്കണം. അതേപോലെ തന്നെ ബാഗോർ ഇസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് കോത്താരി റിവർ. കോത്താരി റിവർ എവിടെയാണ്? രാജസ്ഥാൻ. ഇത് ബാനസ് നദിയുടെ ട്രിബ്യൂട്ടറിയാണ്. ഏതാണ്? ട്രിബ്യൂട്ടറി ഓഫ് ബാനസ് റിവർ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ ബാഗോർ ഇസ് ദ ലാർജസ്റ്റ് മീസോലിത്തിക് സൈറ്റ് ഓഫ് രാജസ്ഥാൻ. ഇതും ഒന്ന് അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ബാഗോറും എന്ത് ചെയ്യരുത്, തെറ്റിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാഗോർ രാജസ്ഥാനിൽ നിന്നും അതേപോലെ തന്നെ ആഡംഗഡ് യു പിയിലാണ്. ആഡംഗഡ് യു പിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? വി ഹാവ് ദ ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ. എന്താണ്? അനിമൽ അല്ലെങ്കിൽ കാറ്റിൽ ഡൊമസ്റ്റിക്കേഷൻ്റെ എവിഡൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അനിമൽ അല്ലെങ്കിൽ കാറ്റിൽ ഡൊമസ്റ്റിക്കേഷൻ, ഇത് ഓർത്ത് വയ്ക്കുക. ഇത് രണ്ടും എന്താണ്? മീസോ സൈറ്റുകളാണെന്നുള്ളതും ഓർത്ത് വെച്ചേക്കുക. ഇതൊരു ആഡ് ഓൺ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇന്നലെ പഠിച്ചതിൽ ബേലൻ വാലി UP അല്ലേ, ബേലൻ വാലി. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഒരുപാട് വട്ടം കേൾക്കാൻ പോകുന്നൊരു പേരായിരിക്കും ബേലൻ വാലി. ഈ ബേലൻ വാലി നമ്മളൊരു ലോവർ പാലിയോലിത്തിക് സൈറ്റായിട്ട് ഇന്നലെ മെൻഷൻ ചെയ്തിരുന്നു. ഈ ബേലൻ വാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിന്ധ്യാസിൻ്റെ ഫൂട്ട് ഹിൽസിലാണ് കിടക്കുന്നത്. എവിടെയാണ്? വിന്ധ്യാസിൻ്റെ ഫൂട്ട് ഹിൽസ് ഓഫ് വിന്ധ്യാസിലാണ് ഈ ഒരു ബേലൻ വാലി കിടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് സ്റ്റോൺ ടൂൾസും അതേപോലെ തന്നെ അനിമൽ ഫോസിൽസും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മളിതിനെ ഒരു ലോവർ പാലിയോലിത്തിക് സൈറ്റായിട്ട് പഠിച്ചെങ്കിൽ ഇന്ന് എന്താണ്? ഒരു മീസോലിത്തിക് സൈറ്റ് കൂടിയാണ് എന്നുകൂടി ഓർത്തു വയ്ക്കാം. പല സൈറ്റുകളിൽ നിന്നും പല തരത്തിലുള്ള, അതായത് പല പ്ലേസസും നമുക്ക് നിയോയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ചിലതിൽ 3 നമുക്ക് കാണാൻ പറ്റും, ചിലതിൽ ഓരോന്ന് വിധേ കാണാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഉള്ള ഒരു ആഡ് ഓൺ വരുമ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഓപ്ഷനിൽ കയറി വരാം. ബേലൻ വാലി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ മീസോലിത്തിക് സൈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ലോവർ പാലിയോലിത്തിക് പഠിച്ചതല്ലേ, ഇത് അല്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. ആഡ് ഓൺ പറയുന്നതൊക്കെ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇന്നലെ നോക്കിയതിൽ നിയോലിത്തിക് സൈറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു വരേണ്ട ഏതാണ്? മെഹർഗഡ് ആണ് അല്ലേ. മെഹർഗഡ് ഇപ്പോൾ കറൻ്റ്ലി ഇൻ പാകിസ്ഥാൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മെഹർഗഡിലാണ് ആദ്യമായിട്ട് വീറ്റ് ആൻഡ് ബാർലി കൾട്ടിവേറ്റ് ചെയ്തതിൻ്റെ ഒരു എവിഡൻസ് കിട്ടിയതും അനിമൽ ഡൊമസ്റ്റിക്കേഷൻ്റെ ഒരു എവിഡൻസ് കിട്ടിയതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. അപ്പോൾ മെഹർഗഡിനെ കുറിച്ച് അറിയുക. മെഹർഗഡ് ബോലൻ റിവർ. എന്താണ് ബോലൻ റിവർ? നമ്മൾ ബോലൻ പാസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ. ബോലൻ റിവർ നദീ തീരത്താണ്. ഇൻ കോച്ചി പ്ലെയിൻ വിച്ച് ഇസ് നോൺ ആസ് ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂക്കിസ്ഥാൻ. എന്താണ്? ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂക്കിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ കോച്ചി പ്ലെയിൻ ആണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക.
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ജനറൽ ഇൻഫർമേഷൻ ആണ്, ഈ ഒരു പ്ലേസിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ മെഹർഗഡ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, പോട്ടറി മെഹർഗഡിൽ ആദ്യത്തെ ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് ഇറ്റ് വാസ് നോട്ട് ദെയർ. ഇൻ ദ ലേറ്റർ സ്റ്റേജിലാണ് മെഹർഗഡിൽ നമുക്ക് പോട്ടറി കാണാൻ പറ്റുന്നത്. മെയിനായിട്ട് ഹാൻഡ് മെയ്ഡ് പോട്ടറി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വീൽ പോട്ടറിയും ഞാൻ എൻ്റെ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. വീൽ പോട്ടറിയിൽ പോട്ടേഴ്സ് വീൽ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഓർത്തു വയ്ക്കുക. പോട്ടേഴ്സ് വീൽ വാസ് നോൺ അറ്റ് ദിസ് ടൈം. അപ്പം നമുക്കൊരു ഓപ്ഷൻ വരികയാണ്, ദ പോട്ടേഴ്സ് വീൽ വാസ് നോൺ ഡ്യൂറിങ് ദിസ് ടൈം ഇൻ മെഹർഗഡ് എന്ന് ചോദിച്ചാൽ അത് കറക്റ്റാണ്. അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. പിന്നെ നമുക്ക് വേറൊരു സൈറ്റ് എന്ന് പറയുന്നത് ബുർസാഹം. ബുർസാഹം നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ സൈറ്റാണ് അല്ലേ. ബുർസാഹം കശ്മീരിലുള്ള സൈറ്റാണ്. ബുർസാഹം നമുക്കറിയാം ദ ലാൻഡ് ഓഫ് ബിർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ദ ലാൻഡ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബിർച്ച് എന്ന് വേണമെങ്കിൽ അറിയപ്പെടും. ബിർച്ച് എന്ന് പറയുന്നത് അവിടെ മാത്രം കിളിക്കുന്ന ഒരു തരം ഒരു ചെടിയല്ല, ഒരു മരമാണ് ബിർച്ച്. അതിൻ്റെ ആ ട്രീയുടെ ബാർക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഈ ബിർച്ചിൻ്റെ ബാർക്ക് നമ്മൾ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ബിർച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ NCERT-യിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഞാൻ മെയിൻ NCERT ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഈ ബിർച്ചിൻ്റെ കാര്യം ഒന്നും കൂടെ എടുത്തു പറയാം. ഇപ്പോൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ ബുർസാഹം എന്ന് വെച്ചാൽ നമ്മൾ മെഗാലിത്തിക് കൾച്ചർ എന്ന് പറഞ്ഞാണ് ആദ്യമേ തന്നെ പഠിച്ചത്. അപ്പോൾ ദർ ഇസ് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് വാട്ട് മൈക്രോലിത്തിക് കൾച്ചർ. ഇവിടെ ബുർസാത്ത് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് മൈക്രോലിത്തിക് കൾച്ചർ. മൈക്രോലിത്തിക് കൾച്ചർ ഇല്ലേ ഇല്ല. എന്താണ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് മെഗാലിത്തിക് കൾച്ചർ മാത്രമാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, ബുർസാഹത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് ഓർത്ത് വയ്ക്കണം. കാരണം ഇങ്ങനെ ഓപ്ഷൻസ് കയറി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ വേറൊരെണ്ണം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഗുൾഫ് ക്രാൾ എന്നാണ്. ഗുൾഫ് ക്രാളാണ്. അതെങ്ങനെയാണ് ഗുഫ് ക്രാളാണെന്ന് തോന്നുന്നു. ഗുഫ് ക്രാൾ GUFKRAL. കേവ് ഓഫ് ദ പോട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കേവ് ഓഫ് പോട്ടർ. ഇതും കശ്മീരിൽ ഒരു നിയോലിത്തിക് സൈറ്റ് ആണെന്നുള്ളത് ആലോചിച്ച് വെക്കണം. ഈ ഒരു പേരൊന്ന് ഓർത്തിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗുഫ് ക്രാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാം. അത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, നമ്മുടെ ചിറാണ്ട്. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു അല്ലേ. ചിറാണ്ട് എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ചിറാണ്ട് നമ്മൾ ബീഹാറിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിറാണ്ടിൽ നമുക്ക് ഇഷ്ടംപോലെ ബോൺ ഇംപ്ലിമെൻറ്റ്സ് കിട്ടിയതായിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ചിറാണ്ടിൽ ബോൺ ഇംപ്ലിമെൻറ്റ്സിൽ ആൻറ്റ്ലർ ബോണുകളാണ് കിട്ടിയിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ മെൻഷൻ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം. ചിറാണ്ടിൽ ആൻറ്റ്ലർ അറിയാലോ, അനിമലിന് ആൻറ്റ്ലർ ബോൺ ഇംപ്ലിമെൻറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ചിറാണ്ട് ബീഹാറിലാണെന്നുള്ളത് മാത്രമല്ല, ഓൺ ദ ബാങ്ക്സ് ഓഫ് ഗംഗ നദീതീരത്താണ് ചിറാണ്ട് എന്ന് പറയുന്ന പ്ലേസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പോകുന്നത് സെനുവർ നമ്മൾ നേരത്തെ പഠിച്ചതിലുള്ള സെനുവറിൻ്റെ ലൊക്കേഷൻ വരുന്നത് റോഹ്താസ് ഡിസ്ട്രിക്റ്റിലാണ്. റോഹ്താസ് ഡിസ്ട്രിക്റ്റ്. അതിൽ പറഞ്ഞു വരാൻ പോകുന്ന പോയിന്റ് ഇതാണ്, കൈമർ ഹിൽസ്. എവിടെയാണ്? കൈമർ ഹിൽസ്. ഓർത്ത് വയ്ക്കുക. സെനുവർ കൈമർ ഹിൽസിലാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതിനാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. പിന്നെ നമ്മൾ വേറെ ഉള്ളത് താരാഡി TARADIH. ഇത് ബോധ് ഗയ കോംപ്ലക്സിന് അടുത്തായിട്ട് വരും. ബോധ് ഗയ കോംപ്ലക്സിന് അടുത്തായിട്ടാണ് വരുന്നത്. എവിടെയാണ് ഇത് വരുന്നത്? ഇതും നമുക്ക് ബീഹാറിൽ തന്നെയാണ് വരുന്നത്. താരാഡിയും എവിടെ തന്നെയാണ്? ബോധ് ഗയ ബീഹാറിലാണ്. സെനുവർ, കൈമർ ഹിൽസ് ഇതും നമുക്ക് ബീഹാറിലാണ്. ഇത് മൂന്നും ബീഹാറിലുള്ള സ്ഥലങ്ങളാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം, സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ലാർജസ്റ്റ് നിയോലിത്തിക് സൈറ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? സൗത്ത് ഇന്ത്യയിലാണ്. ഏകദേശം ഗ്രേറ്റർ ദാൻ ഒരു 500 സൈറ്റുകളോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി എന്താണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഒരു വളരെ വലിയ ഫാക്ടറാണ് ഈ ഒരു കാര്യത്തിന്. അപ്പോൾ അതുകൊണ്ടാണ്
കൂടുതൽ സൈറ്റുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മെയിൻലി എന്താണ്, സൗത്ത് ഓഫ് ഗോദാവരി റിവർ, ഗോദാവരിയുടെ സൗത്തിലായിട്ട് ശരിക്കും അവിടെയാണ് നമുക്ക് ഗ്രാനൈറ്റ് ഹില്ലുകളുള്ളത്, ഗ്രാനൈറ്റ് കുന്നുകൾ. ഇവിടെയാണ് നമുക്ക് കൂടുതലും എന്താണ് സൗത്ത് ഇന്ത്യയിലെ സൈറ്റുകൾ കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് ഒരുപാട് സങ്കനക്കല്ല്, തേക്കൽ കോട്ട, അങ്ങനെ ഒരുപാട് സൈറ്റുകൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് വയ്ക്കണം. ഇനി നമ്മൾ നിയോലിത്തിക് പീരീഡ്, എൻഡ് ഓഫ് നിയോലിത്തിക് പീരീഡ് കഴിയുന്നതോടുകൂടി എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ദർ ഇസ് വാട്ട് യൂസ് ഓഫ് മെറ്റൽസ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിയോലിത്തിക് പീരീഡിലാണ് നമുക്ക് അഗ്രികൾച്ചറൽ റവല്യൂഷൻ വന്നതെങ്കിൽ നിയോലിത്തിക് പീരീഡ് തീരുമ്പോഴേക്ക് നമുക്ക് മെറ്റൽസിൻ്റെ യൂസേജ്, അതിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കോപ്പറാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമ്മൾ പിന്നീട് എന്താണ് ചാൽക്കോലിത്തിക് സിവിലൈസേഷനിലേക്കാണിത് പോകുന്നത്. ചാൽക്കോലിത്തിക് സിവിലൈസേഷൻ, ഇത് നമുക്ക് ഒരു ക്ലാസ് എടുക്കാം ചാൽക്കോലിത്തിക് സിവിലൈസേഷനിൽ. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏതാണ്, കോപ്പറാണെന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക നമ്മൾ. ഇത് നിയോലിത്തിക് പീരീഡിലെ എൻഡിങ് ആയപ്പോഴാണ് മെറ്റൽസിൻ്റെ യൂസേജ് വന്നത്. നിയോയിൽ നമ്മൾ മെറ്റൽസ് ചെറിയ രീതിയിൽ യൂസ് ചെയ്യുന്നതിനും വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് കുറച്ച് അഡീഷണൽ പോയിന്റുകളാണ്. ആൻഡ് ദെൻ വൺ മോർ പോയിന്റ് ഉള്ളത് ധിഡ്വാന നമ്മൾ രാജസ്ഥാനിൽ പറഞ്ഞായിരുന്നു അല്ലേ, ധിഡ്വാന ഇൻ രാജസ്ഥാൻ. ഞാൻ പറഞ്ഞിരുന്നു ഫ്രഷ് വാട്ടർ ലേക്സ് ഒരു കാലത്തെ എക്സിസ്റ്റ് ചെയ്തിരുന്നതായിട്ട് പറയപ്പെടുന്നത് ഈ ധിഡ്വാനയിലാണെന്ന്. രാജസ്ഥാൻ ഫ്രഷ് വാട്ടർ ലേക്സ്, ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് ലോവർ, അതേപോലെ മിഡിൽ, അതേപോലെ അപ്പർ പാലിയോസൈറ്റാണ്. മൂന്നിനും എന്താണ് മൂന്നും ഇതും നമുക്ക് ധിഡ്വാനയിൽ കാണാൻ പറ്റും. അപ്പോൾ ധിഡ്വാന, ലോവർ, മിഡിൽ ആൻഡ് അപ്പർ പാലിയോലിത്തിക്, ഈ മിക്ക അപ്പർ പാലിയോലിത്തിക് സൈറ്റുകളും എന്ത് തന്നെ ആയിരിക്കും, ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു മീസോലിത്തിക്. കാരണം എന്താണെന്നറിയാവോ, ദർ ഇസ് ട്രാൻസിഷൻ, അപ്പർ പാലിയോലിത്തിക്കിലേക്കും മീസോലിത്തിക്കിലേക്കുള്ള ട്രാൻസിഷൻ ആ ഒരു സ്റ്റേജ് ആയതുകൊണ്ടാണ് ഈ രണ്ട് സ്റ്റേജുകളും കണക്ട് ചെയ്ത് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടു തുടങ്ങിയത് അപ്പർ പാലിയോലിത്തിക് സ്റ്റേജിലാണ് എന്ന് പറയുന്നുണ്ട്. മീസോലിത്തിക് സ്റ്റേജ് ആയപ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ കൂടി. അപ്പോൾ അത് നമുക്ക് പാലിയോയിലുണ്ടെന്ന് പറഞ്ഞാലും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പാലിയോലിത്തിക്കിൻ്റെ മേജർ പോർഷൻ ഓഫ്, അതായത് 99% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി കവർ ചെയ്യുന്നത് പാലിയോലിത്തിക് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ തന്നെ ഐസേജിൻ്റെ ഒരു മേജർ പോർഷനും ഏതാണ്, ഐസേജിൻ്റെ ഒരു മേജർ പോർഷനും എന്ത് തന്നെയാണ്, ലോവർ പാലിയോലിത്തിക് ഏജ് ആണ്. ഐസ് ഏജിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ശരിക്കും എന്തിനോടാണ്, അപ്പർ പാലിയോലിത്ത് തീർന്നപ്പോഴത്തേക്ക് ഐസ് ഏജും എന്ത് ചെയ്തു, എൻഡ് ചെയ്തതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഐസ് ഏജ് തീർന്നപ്പോഴാണല്ലോ പിന്നെ നമുക്ക് മീസോലിത്തിക് സ്റ്റാർട്ട് ചെയ്തത്. മീസോലിത്തിക്കിൽ വന്നപ്പോൾ പിന്നെ നമുക്ക് ഐസ് ഏജ് ആയിരിക്കുമ്പോൾ അവിടെ കൾട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും പോസിബിൾ അല്ല. പിന്നെ നിയോലിത്തിക് റെവല്യൂഷൻ വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഒരു ആഡ് ഓൺ സീരീസാണ്. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഓരോ ക്ലാസ് നമ്മൾ തമിഴ്നാട് NCERT എടുക്കുമ്പോൾ അതിന് ആഡ് ഓൺ ആയിട്ട് എന്താണ് ഈ ഒരു ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ഇതുകൂടി വരും. ഇനി നാളെ ഞാൻ നമ്മുടെ മെയിൻ NCERTയുടെ ഒരു ആഡ് ഓൺ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മൂന്നും നമുക്ക് ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെ പോവാം. സോ ദാറ്റ് ദ പ്രിപ്പറേഷൻ വിൽ ബി ഈസി. അതേപോലെ ഒരുപാട് ടൈം വേസ്റ്റേജ് വരെയില്ല. ആൻഡ് ഇറ്റ് ഈസ് എൻഷുർഡ് ദാറ്റ് എവറി ബുക്ക് ഇസ് കവേർഡ്, ദ ബേസിക് ബുക്സ് ആർ കവേർഡ്. ഒരുപാടൊന്നും നോക്കി പോകേണ്ട, ബേസിക് ബുക്സ് കവർ ചെയ്യാം. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും, ഇപ്പോൾ സ്റ്റോൺ ഏജ് ഒരു ടോപ്പിക്ക്, IVC ഒരു ടോപ്പിക്, ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഒരു അഡീഷണൽ ക്ലാസ്സിൽ MCQs ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കുറച്ച് MCQs ദാറ്റ് ഹാവ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദിസ്. റിലയബിൾ MCQs ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിൻ്റെ ക്ലാസ്സസ് ഇനിയും വരുന്നതായിരിക്കും. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു വാച്ച് ഇറ്റ്. അതേപോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡു കമൻറ്റ്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ ഡു കമൻറ്റ്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.